അമ്മയ്ക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്, പിന്നെ ഭയങ്കര ഫാൻ ബേസ് ഉണ്ട്. എന്തുവാ അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത് സിനിമയിൽ? അമ്മ അതിന് മുന്നേ ഒരു ഫിലിമില് ഇതിലുണ്ട്, ഫാമിലി ആയിട്ടാണ് ഇതിൽ. അല്ല ഫാമിലി അല്ല, അല്ല ഫാമിലി ആയിട്ടാണ് പടത്തില് അപ്പൊ റാഫി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല ഷോട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒരു നല്ല ഇത് കിട്ടാൻ എക്സ്ട്രീം പോയാ ഇതുപോലെ ആരെങ്കിലും കിണച്ചിലിറക്കിയോ? ഇല്ല, നമ്മളെന്ത് അന്ന് 6S ആയിരുന്നു ഫോൺ. എത്ര വർഷം 2018 കണ്ടേ അത്. അപ്പൊ ഈ ഐഫോണിന് പ്രത്യേകത ഉണ്ട്, ഈ കരിയിലയുടെ സൗണ്ട് ഒക്കെ പിടിച്ചെടുക്കും. മൈക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോഴല്ലേ ഈ മൈക്കൊക്കെ വന്നതാണ്, മൈക്കൊന്നും ഇല്ല. അപ്പം 6S എൻ്റെ ഇരുന്നത്. അപ്പം അതിൽ ഇങ്ങനെ നമ്മളങ്ങ് പറയുമ്പോൾ അങ്ങ് എടുക്കുക. നമുക്ക് ക്ലോസ് എന്താണെന്ന് അറിയില്ല, വൈഡ് എന്താണെന്ന് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്ന് വെച്ചാൽ അപ്പം നാട്ടിൽ നടക്കുന്നൊരു കാര്യം, കൂട്ടുകാരടയ്ക്കുന്ന ഒരു കണ്ടന്റ്, അത് നമ്മൾ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് പറയാം. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഷോട്ടുകൾ നന്നാക്കണമെന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും മതി. അവരെങ്ങനെയോ അത് ഒരു വട്ടം പറഞ്ഞു, അത് ഓക്കെ. രണ്ടാമതൊന്നും പറഞ്ഞ അവന്മാര് പറയത്തൊന്നുമില്ല. നിങ്ങളുടെ ഫാൻസില് ഏറ്റവും ഓക്വേർഡായിട്ട് കിട്ടിയൊരു DM ഫാൻസിന്റെ ഇടയിൽ നിന്ന് കുറച്ച് വിയാർഡായിട്ട് തോന്നിയ ഭയങ്കര അങ്ങനെ ഫാൻസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ അതന്നെ, നമ്മളാരും ഒന്നുമല്ല. നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സിനിമ, ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ സിനിമകൾ അഭിനയിച്ചു, അങ്ങനെ മെസ്സേജുകളും നമുക്ക് ഒന്നായിട്ട് തോന്നുന്നു. നമ്മളൊരു സാധാരണ അപ്പൊ അങ്ങനെ വിയാർഡായിട്ട് തോന്നില്ല. കാരണം നമ്മള് വലിയ ആളായിട്ട് ചിന്തിക്കുമ്പോ നമ്മളെന്തല്ല അവരെ പോലെ ആള് സിമ്പിളാണ്, ഹമ്പിളാണ്, ഒന്നും ചിന്തിക്കേണ്ടതായി. ശരി, എന്നാ അത്ര കേട്ടല്ലോ. ഓക്കെ, നാളെ വേറെ വീട്ടിൽ വിളിച്ചായിരുന്നു. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ജസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഞാൻ അമ്മ അനിയന്റെ ഫോട്ടോ കിട്ടാ ചിലര് എനിക്ക് ഒന്ന് പ്രായമായവര് അല്ലെങ്കിൽ കുറെ അങ്ങനെയുള്ളവരായിരിക്കും പച്ചത്തെറിയൊക്കെ പറയും ചിലര്. അപ്പൊ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ പറഞ്ഞിട്ട് റെസ്പെക്ട് ചെയ്ത് വെക്കും, പിന്നെ നോക്കത്തില്ല. അല്ലെ പിന്നെ അതിനകത്ത് ഡിലീറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാ, എന്നിട്ട് അനങ്ങായിരിക്കുക. അല്ലെ അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. ശരി, എന്നാ അവർ പറഞ്ഞിട്ട് പോകും. അപ്പൊ നിങ്ങൾ ഹെയ്റ്റ് കമന്റ്സിനേക്ക് ഇതുപോലെ ഡീൽ ചെയ്യുന്ന എങ്ങനെയാണ്? ഇതുപോലെ ഡിലീറ്റ് ചെയ്ത ആളാണോ? ഒന്നും ചെയ്യുന്നില്ല. എന്ത് മുള ചെയ്യണ്ടേ? ഹെയ്റ്റ് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞോട്ടെ എന്തെങ്കിലും പറയാൻ. എന്റെ അമ്മ ഈ കമന്റ് എല്ലാം ഇരുന്ന് വായിക്കും. ഇപ്പൊ അജുക്കയും റാഫിക്കയും ആണെങ്കിൽ ഇവർ ആ മൈൻഡ് എടുക്കും, ഞാനും ആ മൈൻഡ് എടുക്കും. പക്ഷെ അമ്മ ആ മൈൻഡ് എടുക്കത്തില്ല. അപ്പൊ അമ്മയെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ താഴെ നിന്നെ ഞാൻ കൊള്ളാവോ ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ചെയ്യും. ഈ മറ്റേ പൗഡറൊക്കെ അമ്മ പൗഡർ ഇട്ട് ഒരു ഏതോ ഒരു സിനിമ പൗഡർ ഇട്ടുണ്ട്, സാധാരണ നോർമൽ പൗഡർ. അപ്പൊ നെറ്റി ഇവിടെ പൗഡർ ഇങ്ങനെ ഒട്ടിരിപ്പുണ്ട്. ഇപ്പൊ ശൈലാവ് ഇപ്പൊ അങ്ങ് മേക്കപ്പ് ആണല്ലോ. അപ്പൊ താഴെ വന്നിട്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടോട്ടാ, കഷ്ടമുണ്ട്. അമ്മ തന്നെ കമന്റ്. ഞാൻ പിന്നെ ഇപ്പൊ എന്റെ ജോലി അമ്മയുടെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാ. അമ്മയുടെ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ. എന്നിട്ട് ഞാൻ അങ്ങനെ അമ്മ റെസ്പെക്ട് ചെയ്ത് വെക്കും. ഞാൻ അല്ലെങ്കിൽ അമ്മ വൺ കമന്റ് ഒക്കെ ഇടും, പോടാന്ന് വിളിച്ചാൽ തിരിച്ച് പോടിയെന്ന് വിളിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്തേക്കും അമ്മ. ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യും. നിങ്ങള് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഡിലീറ്റ് ചെയ്താൽ? ഡിലീറ്റ് ഫോർ എവർ. ഡിലീറ്റ് ഫോർ എവറാ? എന്റെ ട്രെയിൻ ആപ്പ് ഭയങ്കര എറർ, അത് കളയണം. ട്രെയിനിന്റെ ആപ്പ് അത് വിട്ടിട്ട് നമ്മൾ ഇന്ററാക്ട് സോഷ്യൽ മീഡിയ ആപ്പ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, മൂന്നെണ്ണല്ലേ? ഇവര് മൂന്നെന്റെ ചോറ. അത് വേണമെങ്കിൽ സ്നാപ്ചാറ്റ് കളയാം. ഞാൻ ടിക്ടോക്ക്, കാരണം ഇവിടെ അങ്ങനെ ആപ്ലിക്കേഷൻ ഒന്നും കളയാൻ താല്പര്യമില്ല. അത്യാവശ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഇപ്പൊ നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റോറി ഇടാൻ വേണ്ടി പോയി, പക്ഷെ അത് ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇടാൻ വേണ്ടി വെച്ചിരുന്നതാ, അറിയാണ്ട് പബ്ലിക് ആയി പോയി. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കും. കെയർഫുൾ പീപ്പിൾ. അതല്ല, ക്ലോസ് ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ സ്റ്റോറി ഇന്ന് വരെ പച്ചിട്ട് ചെയ്തിട്ടില്ല. പച്ചടി ചെയ്തിട്ടൊന്നുമില്ല. അതാ ക്ലോസ് ഫ്രണ്ട്സ് ചെയ്തിട്ടില്ല. അല്ല, ചിലർ പറയും ഈ പച്ചയിൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്, അവരെ നമ്മളെന്തിനാ കാണുന്നത്? പച്ച ഇന്നേ അറിയില്ല. നോ പച്ച. അതിന്റെ സാഹചര്യം ഉണ്ടായിട്ടില്ല.